1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആദിത്യഗുരു യോഗം നടക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കുന്നതിനും നേതൃത്വ പാഠവും ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിപ്പിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഒരു കഴിവ് ലഭിക്കുന്നു. ചില വ്യക്തികളെ മാന്യന്മാരായ നേതാക്കളായി മാറ്റുന്നതിനും സാധ്യതയുണ്ട്. മികച്ച ധാർമ്മിക ബോധം മനുഷ്യന് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ വരുന്നതിനാല് ആത്മീയ കാര്യങ്ങളിൽ ഒരു സംശയം ജനിക്കുന്നതിന്, അതായത് ആശയക്കുഴപ്പം ജനിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ദൈവികതയിലും മതഗ്രന്ഥങ്ങളിലുമുള്ള കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം, അത് വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളൊരു ആശയക്കുഴപ്പം മനസ്സിലുണ്ടാകാം. ദൈവം അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി നിൽക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ ഏത് ബന്ധമായിരുന്നാലും, ഭാര്യ ബന്ധം മാത്രമല്ല മറ്റുള്ള ഏത് ബന്ധമായാലും, സുഹൃത്ത് ബന്ധം പോലും തെറ്റിദ്ധരിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സംശയം ജനിക്കുന്നതിന് ഒരു സാധ്യതയാണ് കാണുന്നത്. പരസ്പരം ഒരു വിശ്വാസം ഇല്ലായ്മ ഉടലെടുക്കുന്നതിന് സാധിക്കുന്നു. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങള്, യാതൊരു രീതിയിലും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങള് നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചിലർ കാത്തിരിക്കുന്ന വർഷങ്ങളോളം, അതും ഒരു ഈ യോഗത്തിന്റെ ഒരു ദോഷഫലങ്ങളാണ്. വ്യക്തിപരമായ ബന്ധങ്ങളെ പോലും മാറ്റി നിർത്തുന്നു. ആത്മീയതയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങൾ നശിപ്പിക്കുന്നതിനും കൊള്ളയടിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പുണ്യപ്പെട്ട മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ അത് മോശമായി അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം നടത്തുന്നതിനും ഇത് ഭക്തരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഈ കർക്കിടക മാസം ഭക്തജനങ്ങൾക്ക് അത്ര ഒരു നല്ല കാലം അല്ല എന്നാണ് തോന്നുന്നത്. പിതൃക്കൾക്ക്, അതായത് മുതിർന്ന ബന്ധുജനങ്ങൾക്കുള്ള കഷ്ടപ്പാടുകൾ രോഗം മൂലമോ അല്ലാതെയോ ഉള്ള കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഗുരുത്വദോഷമുണ്ടെങ്കിലും അത് മാറിക്കിട്ടുന്നു. ധർമ്മപരമായ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. അതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ, ഏത് കാര്യത്തിന് ഏത് ആവശ്യം ചെന്നാലും അല്ലാത്ത കാര്യങ്ങളായിരുന്നാലും നടന്നു കിട്ടാനുള്ള സാധ്യത ഇനി കൂടുന്നു. അതായത് ഭാഗ്യ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ദുർഭാഗ്യം, ഭാഗ്യഹാനി മാറിക്കിട്ടുന്നു. ഹൃദയരോഗമുള്ളവർക്ക് തക്കതായിട്ടുള്ള ചികിത്സ അവർക്ക് ലഭിക്കുന്നതിനാൽ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ചേരുന്നതിനുള്ള തടസ്സം, ചില സർട്ടിഫിക്കറ്റുകൾക്ക് കിട്ടുന്നതിനുള്ള തടസ്സം, അതായത് അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്നതിനുള്ള ചില പ്രശ്നങ്ങൾ, അതായത് വിസ സംബന്ധിച്ച പ്രശ്നങ്ങൾ, സർക്കാർ ബാങ്കിൽ നിന്ന് വിദ്യാഭ്യാസ ലോൺ കിട്ടുന്നതിനുള്ള കാലതാമസവും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതിനാൽ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവർക്ക് സാധ്യത കൂടുന്നു, ആശ്വാസം ലഭിക്കുന്നു. ചെലവുകളൊക്കെ കുറയുവാൻ സാധിക്കുന്നു. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മനുഷ്യന് മാറിക്കിട്ടുന്നു. ചിലർക്ക് അധികാരമുള്ള തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, താൽക്കാലികമായിട്ടാണെങ്കിലും. അതുപോലെ ചിലർക്ക് ബഹുമതിയും അവാർഡുകളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലും ധനലാഭം ഉണ്ടാകുന്നു. ശത്രുക്കളുടെ ശല്യം കുറയുന്നു. ബന്ധുക്കളോട് ഉള്ള കലഹങ്ങളും വഴക്കുകളും മാറിക്കിട്ടുന്നു. ജപ്തി നടപടികളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അന്യന്മാരിൽ നിന്നും ചതി പറ്റാനുള്ള സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചതിക്കപ്പെടാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചു വേണം. ചിലർക്ക് നേത്രരോഗം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് ചില നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. ആത്മധൈര്യം ചോരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. അതുപോലെ പല പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. ഈ കാലഘട്ടം നിങ്ങൾക്ക് യോജിച്ചതല്ല. ഇനി തിരുവാതിര നക്ഷത്രക്കാരെ പല രീതിയിലുള്ള അവരെ വയസ്സിനനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില ത്വക്ക് രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അലർജികളായിട്ട് വരാം. അതുപോലെ വിഷവസ്തുക്കൾ കുട്ടികളിൽ നിന്നും
അകറ്റി വയ്ക്കുക. കാരണം ഇവർക്ക് വിഷബാധയാക്കാനുള്ള ഒരു കാലഘട്ടമാണ്. എങ്കിലും വിദ്യാഭ്യാസം ഇവർക്ക് തുടർന്ന് പോകുന്നതിന്, ഇവർക്ക് സ്കൂളിൽ ചേരുന്നതിനും അത് അങ്ങോട്ട് തുടർന്ന് പോകുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില ആഭിചാര ക്രിയകൾ മൂലം ചില ദോഷങ്ങൾ വന്നേക്കാം. എന്നാൽ അതിന് പരിഹാരം കണ്ടാൽ അത് മാറുന്നതാകുന്നു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുക, പഠിപ്പിൽ ശ്രദ്ധ കുറയുക, ഇവയെല്ലാം ഒന്ന് രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചാൽ മതിയാവും. എന്തെങ്കിലും രീതിയിൽ കണ്ണേറ്, കമ്പേറ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷുദ്രദോഷങ്ങളൊക്കെ അവർക്ക് വരുന്നതിന് സാധ്യതയുണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിന് അവർക്കൊരു നല്ല ഒരു സമയമാണ് ഇവർക്ക്. എന്നാൽ ചില അപൂർവം ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില തടസ്സങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ടെങ്കിലും അവ ഭാഗ്യം കടാക്ഷിച്ച് അതെല്ലാം മറികടക്കുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് ചെറുപ്പത്തിലെ തന്നെ മാന്യമായ ഒരു തൊഴിൽ ലഭിക്കുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങി അതിൽ വിജയിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. ചിലർക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്നും വേറിട്ട് അവര് താമസിക്കേണ്ടതായിട്ട് വന്നേക്കാം. വിവാഹവും സന്താന ഭാഗ്യവും കാണുന്നുണ്ട്. ചിലർക്ക് ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില മാനഹാനി പരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ചില തിരുവാതിര നക്ഷത്രക്കാർ മടി പിടിച്ച് യാതൊരു തൊഴിലിനും പോകാതെ വിദ്യാഭ്യാസവും പൂർണ്ണമാക്കാതെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മറ്റു ചിലർ ഉന്നത സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. പുതിയ വീട് വാങ്ങാനും അല്ലെങ്കിൽ പുതിയതായി പുതിയ വീട് നിർമ്മിച്ചാൽ താമസമാകുന്നതിന് ഇവർക്ക് യോഗമുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കലാ സാംസ്കാരിക രംഗത്തോ മറ്റു സേവന രംഗത്തോ ഉള്ളവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർക്ക് ഏറെ ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഗവേഷണപരമായ തൊഴിലിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ വളരെ ഗുണങ്ങൾ ലഭ്യമാകാം. സർക്കാരിൽ നിന്നും ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം ഗ്രാൻഡൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇഷ്ടവാഹനം ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. ചിലർക്ക് അസുഖങ്ങൾ വന്നേക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് വരുന്നതിനൊരു സാധ്യതയുണ്ട്. പ്രമേഹം ഉള്ളവർ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതില് ഈ ചില തിരുവാതിര നക്ഷത്രക്കാർ പൊതുപ്രവർത്തകരായിട്ട് വരുന്നതിന് സാധ്യതയുണ്ട്. അവർക്കും വലിയ നേതാക്കന്മാരാകാനും അതുപോലെ അവർക്ക് ഇലക്ഷനിൽ ജയിച്ച് അതൊക്കെ ഉള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു സർജറി അത്യാവശ്യമായിട്ടാണ് വരുന്നത്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളായ ആൾക്കാരും ശത്രുക്കളും പല രീതിയിൽ ഇവരെ ഉപദ്രവിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. വസ്തുവകകൾ, സ്ഥാപനങ്ങൾ മുതലായവ കൊള്ളയടിക്കാം എന്നുള്ള ഒരു സമയമാണിത്. ചതി, വഞ്ചന എന്നിവ നടക്കേണ്ട ഒരു സമയവും കൂടിയാണ്. ആയതിനാല് വളരെ ശ്രദ്ധിക്കുക. ഈ സമയം നടത്തുന്ന വസ്തുവകകളിലുള്ള ഇടപാടായിരുന്നാലും സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാടായിരുന്നാലും പണപരമായ ഇടപാടായിരുന്നാലും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വേണം നടത്താനായിട്ട്, അല്ലെങ്കിൽ ചതുവ് പറ്റാൻ സാധ്യതയുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ കുറെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഭയങ്ങളും ചതുവുകളെല്ലാം മാറിക്കിട്ടി അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ്. സമ്പത്തും ഐശ്വര്യങ്ങളും ഇവർക്ക് ധാരാളം ലഭ്യമാകുന്നു. മനസ്സിന് സമാധാനം ഉണ്ടാകുന്നു. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. അസ്ഥിയെ സംബന്ധിക്കുന്ന സർജറിയാണ് കൂടുതലും കാണുന്നത്. എങ്കിലും സന്തോഷത്തിന് ഏറെ വകയുണ്ട്. ചില ഭാഗ്യവാന്മാരായ തിരുവാതിര നക്ഷത്രക്കാർക്ക് 5 വർഷത്തേക്കെങ്കിലും താൽക്കാലികമായി ഈ കാലഘട്ടത്ത് വളരെ ഉയർന്ന പദവിയുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിനും അധികാരമുള്ള ജോലി ലഭിക്കുന്നതിന് ഇവർക്ക് ഭാഗ്യമുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.